മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനി മരിച്ച നിലയിൽ കോട്ടയം സ്വദേശി ലക്ഷ്മിയാണ് മരിച്ചത്. 20 വയസ്സായിരുന്നു. BSc 2ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, എന്താണ് ഈ ആത്മഹത്യക്ക് കാരണമെന്നുള്ളതാണ് പ്രാഥമിക നിഗമനം? അങ്ങനെ ഒരു കാരണത്തിലേക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. രാവിലെ 12 മണിയോടുകൂടിയാണ് ഈ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കൂട്ടുകാരാണ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപമുള്ള ബക്കർ വില്ല എന്ന പേരുള്ള ഒരു താമസ സ്ഥലം പെയിൻ ഗസ്റ്റായി താമസിച്ചു വരികയായിരുന്നു. എന്തായാലും പോലീസ് ഇപ്പോൾ സ്ഥലത്തുണ്ട്. കൂട്ടുകാരുടെയും മറ്റുമൊക്കെ മൊഴി രേഖപ്പെടുത്തുന്നു. കോട്ടയം കിടങ്ങൂർ സ്വദേശിനിയാണ് മരിച്ച ലക്ഷ്മി. 2ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥിനി ആയിരുന്നു. സഹപാഠികൾ അടക്കമുള്ളവർ ഇതിനകം തന്നെ ഇപ്പോൾ ഈ പെയിൻ ഗസ്റ്റായി താമസിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പ്രാഥമിക പരിശോധനകളാണ് പോലീസ് നടത്തിയിരിക്കുന്നത്. കുടുംബം അല്പസമയത്തിനുള്ളിൽ കോട്ടയത്തു നിന്നും കോഴിക്കോട്ടേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവർ വന്ന ശേഷം ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങും. പിന്നീട് പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് തന്നെ മൃതദേഹം മാറ്റുകയും ചെയ്യും. എന്തായാലും പ്രാഥമികമായി എന്താണ് കാരണം എന്നതിനെ കുറിച്ചൊരു വിശദീകരണം ഇപ്പോഴും പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടില്ല. ആത്മഹത്യക്കുറിപ്പ് അടക്കം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും ഒരു വ്യക്തത ഇനിയും കൈവന്നിട്ടില്ല. എന്തായാലും പോലീസ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ പരിശോധനകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സംസ്ഥാനത്ത് ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനി കൂടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇനിയും വ്യക്തമായിട്ടില്ല. പോലീസ് അന്വേഷിക്കുകയാണ്. സഹപാഠികളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ കയ്യിൽ നിന്ന് മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആത്മഹത്യക്ക് കാരണം എന്നുള്ളത് അടുത്ത നിമിഷങ്ങളിൽ തന്നെ പുറത്തേക്ക് എത്തുമെന്നുള്ളതാണ് കരുതുന്നത്. MS അനീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.